കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട സിനിമാ നടൻ ഇതേപോലെ ലഹരി പരിശോധനയ്ക്കിടെ എന്തുകൊണ്ട് ഓടി എന്നാണ് ചോദ്യം. അടുത്ത നടപടികൾ എന്താണ് ഇനി? ആരുടെ നടപടി? ഞങ്ങളുടെ നടപടി അല്ല, പോലീസുകാരുടെ നടപടി. അറസ്റ്റ് ആക്കിയിട്ട് ജാമ്യത്തിൽ വിടും. അല്ല, ജാമ്യത്തിൽ വിടും. വൈദ്യപരിശോധനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ജാമ്യത്തിൽ വിടും. ഇന്ന് ജാമ്യത്തിൽ വിടും. ജാമ്യത്തിൽ വിടും. ഉറപ്പാണോ? അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. എല്ലാം അറിയാമോ? ഈ ഷൈനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ? താങ്കളുടെ പ്രതികരണം പറയൂ. നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് വരാൻ പറഞ്ഞു. ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞു ഇല്ലേ? ഈ ഷൈനെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ? കൊണ്ടുപോയിട്ടുണ്ടാവാം. എന്ത് അറിയില്ലേ? അത് ഒരു വർഷം മുമ്പ് കേന്ദ്രത്തിൽ അച്ഛൻ ഇടപെട്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഷൈന്റെ മൊഴിയാണ് പോലീസ് ചേട്ടനെ കൊണ്ടുപോയി സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളാരും പോയിട്ടില്ല? അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത്. എന്നെ ഈ സജീറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നോ? ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് ഈ കൊച്ചിയിലൊരു ലഹരി ഇടപാട് എറണാ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ സജീറുമായിട്ട് ഷൈൻ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നോ? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈന്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ 5,000 എന്തോ ഒന്നുമില്ല. കള്ളടിക്കാറില്ല? സിഗരറ്റ് വലിക്കാറില്ല? ചേട്ടനോ? ഇല്ലേ? ഒന്നുമില്ല. ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. അതല്ല ചോദിച്ചാൽ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓട്ടോ എന്ന് മാത്രമാണെന്ന് പറഞ്ഞത് അല്ലേ? അതിപ്പോഴും അങ്ങനെ ബോധ്യപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അന്ന് ഹോട്ടൽ ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് അന്ന് വിളിച്ചപ്പോ കണ്ണിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓട്ടം എന്നായിരുന്നു അന്നത്തെ പ്രതികരണം. അത് തന്നെയാണോ ഇപ്പോഴും പറയാനുള്ളത്? ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ലേ? ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല ഇപ്പോഴും റെഗുലർ ആയിട്ട്. ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും. ന്യൂസ് അധികം കാണാറില്ല ഇപ്പോൾ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല. ഇപ്പോൾ കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പൻ സാമ്പത്തിക കാരണം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് അത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടണം നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലേ? തല വെക്കില്ല. അത് ഏത് സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്? ബാക്കിലൊരു സ്ക്രീൻ കണ്ടിരുന്നു ഞാൻ. അപ്പൊ ഒബിവാൻ ഇല്ല അല്ലേ? അതിന് പകരം ഈ ബാഗാണ്. അപ്പൊ ഇതില് വർക്ക് ചെയ്ത ആ സിനിമയുടെ പ്രസ് മീറ്റ് എന്ന് പറഞ്ഞു ആ ടീമിന്റെ, അതില് ഷൈൻ ചേട്ടൻ പങ്കെടുക്കുമോ? പറഞ്ഞിരുന്നു എന്തെങ്കിലും? ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ ദിവസമായിട്ട് ചേട്ടന് കുറെ ദിവസമായിട്ട് കണ്ടിട്ടില്ല. ബന്ധപ്പെട്ടിട്ടില്ല. ഫോൺ എടുത്തിട്ടില്ല. എന്നാ ഞാൻ വിളിക്കുമ്പോ ആരും ഫോൺ കയറുന്നില്ല. ശരി, വിട്. വണ്ടി ബാക്കി എടുക്കുമ്പോ കാലൊന്നും പെടാതെ നോക്കണം. എനിക്ക് അങ്ങനെ ട്രെയിനിങ് 5-6 മാസമായിട്ടുള്ളൂ. ഒരു മിനിറ്റ്,